ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് രാജസ്ഥാൻ ജയ്പൂരിലോട്ടാണ്. ഇവിടെ നമ്മൾ ഡൽഹിയിലുള്ള സറായി രോഹില്ല എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് 5:25 ട്രെയിന്, അവിടെ നിന്ന് 4 hours 25 minutes എടുക്കും ജയ്പൂർ എത്താനായിട്ട്. ഇതൊരു ഡബിൾ ഡെക്കർ ട്രെയിനാണ്. ഡബിൾ ഡെക്കർ ട്രെയിനിലാണ് ഇന്നത്തെ യാത്ര. ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് നമ്മൾ ഡബിൾ ഡെക്കർ ട്രെയിനിൽ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ പോകുന്ന ഡബിൾ ഡെക്കർ ട്രെയിനാണ് അപ്പുറത്ത് കിടക്കുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് എത്തണം. 34 degree ചൂടുണ്ട്, നല്ല അത്യാവശ്യം ചൂടുണ്ട്. AC-ക്കകത്ത് ഇരിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഇതിൽ കൂടുതൽ ചൂട് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ. So this is the train which we will be traveling to Jaipur, and it's too hot right now. It's too sunny, too hot. So this is the coach in which we will be traveling. This is C13, and this is how this train looks. It's a double decker train. So our train is scheduled for 5:30 p.m. and it's right now 4:30. We still have 1 hour left. So we left home early so that we don't get into traffic. That's the one reason we left. Even though it took almost like 1.5 hours to reach here from Noida, and it's damn too hot. It's damn too hot. Absolutely, it's so humid. You could see that we both are sweating very badly. റെയിൽവേ സ്റ്റേഷനൊക്കെ ഓക്കെ ആണ്. വൃത്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ വൃത്തിയുണ്ട്, പക്ഷെ ഫ്ലൈസ് ഉണ്ട്, ഭയങ്കരമായിട്ട് ഈച്ചയൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട്. അതല്ലാതെ ഓക്കെയാണ്. നല്ല ചൂടുള്ളത് കാരണം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്. പിന്നെ AC കോച്ചാണ്, സമാധാനമായിട്ട് പോവാം. 4 hours 25 minutes ആണ് ജേർണി ടൈം. രാത്രി എത്തുമ്പോൾ 10 മണിയാവും. സോ ഹോപ്പ്ഫുള്ളി നല്ല വ്യൂ, ഇരുട്ടുന്നതിന് മുമ്പ് നല്ല വ്യൂ ഉണ്ടെങ്കിൽ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അകത്തെ ട്രെയിൻ എങ്ങനെയാണ് അകത്ത് അത് നമുക്ക് നോക്കാം. നോർമലി എല്ലാവരും വന്ദേ ഭാരതാണ് പ്രിഫർ ചെയ്യുന്നത്. ബട്ട് വന്ദേ ഭാരത്തിലും ഈ CC ആൻഡ് എങ്ങനെ എക്സിക്യൂട്ടീവ് ചെയർസ് ആണ്. ബട്ട് കമ്പാരിറ്റീവ്ലി ഇത് ഹാഫ് പ്രൈസാണ് വന്ദേ ഭാരതിന്. ഇതിലും മീൽസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എത്ര കറക്റ്റ് ആണ് അത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അറിയാം. അങ്ങനെ നമ്മൾ ട്രെയിനകത്തോട്ട് കയറി. പുറത്തത്തെ ചൂടുന്നൊരു സമാധാനമുണ്ട്. അങ്ങനെയാണ്. ഇതാണ് അപ്പർ ബർത്ത്, ഇത് ലോവർ ബർത്ത്. എന്തായാലും അതിൽ പോയി സീറ്റ് എടുക്കുന്ന നേരം കൊണ്ട് ഞാനൊന്ന് ലോവർ ബർത്ത് കാണിച്ചു തരാം. ഇവിടെ 2 സീറ്റ്, ഇവിടെ 3 സീറ്റ്. ഓക്കെ, ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ വ്യൂ കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പോകേണ്ടത് ലോവർ ബർത്തിലോട്ടാണ്. ഇതാണ് ലോവർ ബർത്ത്. ഇവിടെയും 3 സീറ്റും 2 സീറ്റും ആണ്. നമ്മുടെ സീറ്റ് എവിടെയാ? ഇവിടെയല്ല, 11 and 12. ഓക്കെ, അവർ പോട്ടെ, അത് കഴിഞ്ഞ് അങ്ങോട്ട് കയറിയിരിക്കാം. ട്രെയിൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ശോകമാണ് അല്ലേ? ട്രെയിൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ശോകമാണല്ലേ? ശോകമാണ്. പിന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഇവിടുത്തെ ഒരു പോയിന്റ് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പം വലിയ ബാഗാണ്. ഈ വലിയ ബാഗ് നമുക്ക് മെയിനിൽ ഫിറ്റ് ആവുന്നില്ല. അപ്പം ഇച്ചിരി അൺകംഫർട്ടബിളാണ് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വലിയ ബാഗ് ഉണ്ടെങ്കിൽ ഇച്ചിരി അൺകംഫർട്ടബിൾ ആവും. ലഗേജ് വെക്കാൻ സ്പേസ് ഭയങ്കര ചെറുതാണ്. അങ്ങോട്ട് കാണിച്ചാൽ മതി. ഫ്രണ്ട് ഇതാണ് മുകളിൽ ബാഗ് വെക്കുന്ന സ്പേസ്. അവരുടെയും വലിയ ബാഗ് വെക്കാൻ പറ്റുന്നില്ല തോന്നുന്നു. നമ്മുടേത് ഒട്ടും ഇരിക്കത്തില്ല അവിടെ. അപ്പം അതുകൊണ്ട് ഇത് ഫ്രണ്ടിൽ തന്നെ വെക്കണം. കേട്ടോ, ഇതാണ് അവസ്ഥ. ആ ബാഗ് പോലെ ഇടിച്ചു പോകുന്നില്ല അത്. അതുകൊണ്ട് അങ്ങനത്തെ ഇതുമില്ല. പിന്നെ ബാക്കിൽ ഇവിടെ ഒരു ഒറ്റ സിംഗിൾ സീറ്റാണ്. ഇവിടെ ആരാ ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ബാഗ് വെക്കാം, അത്രയേ ഉള്ളൂ. അതല്ലാതെ നോക്കിയാൽ ഈ ട്രെയിന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ
ഒന്നുമില്ല. അങ്ങനെ കറക്റ്റ് 5:35 ആയപ്പോഴേക്ക് ട്രെയിൻ നീങ്ങി തുടങ്ങി. 5 സ്റ്റോപ്പാണ് ഉള്ളത്. നമ്മൾ 5ാമത്തെ സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലാസ്റ്റ് ജയ്പൂർ ആണ്. ഒരു 303 കിലോമീറ്റർ ഉണ്ട്. 4 hours 25 minutes ആണ്. സോ ഓൾമോസ്റ്റ് 10 o'clock ആകുമ്പോഴത്തേക്കും നമ്മൾ ജയ്പൂർ എത്തുന്നത്. അപ്പം അങ്ങനെ ഇതാണ് കമ്പാർട്ട്മെന്റ്. നമ്മുടെ കോച്ച് ട്രെയിൻ നീങ്ങിയിട്ടുണ്ട്. അതെ, ഇനി നെറ്റ്വർക്ക് കിട്ടണമെന്നില്ലല്ലോ. അപ്പം മെസ്സേജിനുള്ള റിപ്ലൈ ഇപ്പോൾ കൊടുത്തില്ല. പിന്നെ കുറച്ച് സ്പേസ് കുറവാന്ന് പറഞ്ഞില്ല, അത് കാരണം ഞാൻ ബാഗൊക്കെ ഇങ്ങനെ വെച്ചു. പിന്നെ എന്താണ്, നമ്മുടെ പ്ലെയിനിലുള്ളതുപോലെ ഫുഡ് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്, ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും. ഭയങ്കര കട്ടിയാണ്, വളച്ചെടുക്കേണ്ടി വരും, അറിയില്ല ഉണ്ട്. പിന്നെ എന്താ, ഇവിടെ ഒരു വേസ്റ്റ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊരു തൊട്ടടുത്തായതുകൊണ്ട് ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്. ഇത് പിന്നെ ഗുഡാണ്. സ്വിച്ച് ബോർഡ് ഇന്ത്യൻ സ്റ്റൈലാണ് ഇത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ മറ്റേ പ്ലഗ് ഉണ്ട്. അപ്പം അങ്ങനെ യാത്ര ചാർജിങ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരടുത്ത സ്റ്റേഷൻ എത്തി നമ്മൾ. ഐ ഗസ് ഇത് ഗുഡ്ഗാവ് സ്റ്റേഷനാണ് മോസ്റ്റ്ലി. തിരക്ക് സ്റ്റേഷൻ ആയത്. അപ്പം ഇത് ഫസ്റ്റ് സ്റ്റേഷൻ ഏതാണ്? ഓൺലൈൻ ചെക്ക് ചെയ്ത്. അങ്ങനെ നമ്മൾ ഡൽഹി കണ്ടോൺമെന്റ് സ്റ്റേഷനിലെത്തി. അവിടെ നാളെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. എല്ലാ സീറ്റും ഓക്യുപ്പൈഡ് ആട്ടോ. തിരക്കൊന്നും ഉണ്ടാവില്ല, എം ടി ആയിരിക്കും ട്രെയിൻ. ട്യൂസ്ഡേ ആണ്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ് അല്ലേ? സീറ്റ്സ് എല്ലാം ഓക്യുപ്പൈഡ് ആണ്. ഇത് കണ്ടോ, നമ്മൾ ഇരിക്കുന്ന ലോവർ ഡെക്കിലാണ് പ്ലാറ്റ്ഫോം. അത് കാരണം ട്രെയിൻ നിർത്തുന്ന സമയത്ത് പ്ലാറ്റ്ഫോം കണ്ടിട്ട് കാലുകൾ മാത്രമാണ്. ഇപ്പം നമ്മൾ ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ കയറിയ സ്റ്റേഷനിൽ നിന്നും ഒരു സ്റ്റേഷൻ കഴിഞ്ഞു. ഇതുവരെ TTR ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ല, കണ്ടിട്ടില്ല നമ്മൾ. അപ്പോൾ ഇവിടുന്ന് ഈ സ്റ്റേഷനിൽ നിന്ന് വിട്ടു. നമ്മൾ ഈ സ്റ്റേഷനിൽ നിന്നും വിട്ടു. ആളുകൾ ഇപ്പോഴും സീറ്റിന്റെ കാര്യത്തിൽ കൺഫ്യൂഷനിലാന്ന് തോന്നുന്നുണ്ട്. ആരും ഒന്നും സെറ്റിൽ ആയിട്ടില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. എയർപോർട്ടാണിത്. അടുത്ത സ്റ്റേഷനാണ് ഗുഡ്ഗാവ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ വന്നിറങ്ങിയത്. അത്യാവശ്യം നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റേഷൻ 6:10-നാണ്. അടുത്ത സ്റ്റേഷൻ 6:10-നാണ്. ട്രെയിൻ എന്തുവാണ്? ഓംലെറ്റ്, മാഗി, ട്രെയിനിലെ ഫീലിംഗ് കേട്ടോ ഇതെല്ലാം. ഇതൊരു ഫീലിംഗ് ആണ്. ബട്ട് ഇത് ഫ്രീ അല്ല, കാശ് കൊടുക്കണം. ചായ, ട്രെയിനില് മുട്ട ഓംലെറ്റ്. അജുവിന്റെ ഫേവറേറ്റ് ആണ് മുട്ട ഓംലെറ്റ് ഒക്കെ. ഇപ്പൊ ഇത് നല്ല എത്രയാണ്, 109 സ്പീഡിലാണ് ട്രെയിൻ നല്ല സ്പീഡാണ്. 108. നേരത്തെ ഇതിലും സ്പീഡിലായിരുന്നു കേട്ടോ പോയത്. ഇപ്പൊ സ്പീഡ് കുറച്ച്. ഏത് സ്റ്റേഷൻ എത്തി നമ്മൾ? ഒരു സ്റ്റേഷൻ ഗുഡ്ഗാവ് എത്തി. कटलेट ऑमलेट मैगी, कटलेट ऑमलेट मैगी 40. 14 ना? 1 second. 1, 10, 20. അതായത് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, 10 രൂപയുടെ നോട്ടിന് പകരം 200 രൂപയുടെ നോട്ട് എടുത്ത് കൊടുത്തു. എന്നിട്ട് അയാള് മനുഷ്യനായതുകൊണ്ട് തിരിച്ചു തന്നു. അയാളെ പറഞ്ഞു 200 എനിക്ക് വേണ്ട. 200-ഉം അതിന്റെ കൂട്ടത്തില് ഞാൻ കുറച്ചും കൂടെ വെച്ച് കൊടുത്തു.
സന്തോഷം വരട്ടെ. തെറ്റിപ്പോയതാട്ടോ. എല്ലാ 10ന്റെയും 200ന്റെയും നോട്ടിന്റെ കളർ ഒന്നായിരുന്നില്ലേ? തെറ്റിപ്പോയതാ. നമ്മൾ കട്ട്ലറ്റ് വാങ്ങി, 2 ഉണ്ട്. ബ്രെഡാന്ന് തോന്നുന്നത്. കട്ട്ലറ്റ് 2 എന്ത് തന്നു? കട്ട്ലറ്റിന്റെ കൂടെ ബ്രെഡ് തന്നു, കെച്ചപ്പ് തന്നു. അപ്പൊ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 40 എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണോ? ബട്ടറും തേച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അജു പറഞ്ഞ ഒരു കട്ട്ലറ്റ് എടുത്ത് ബ്രെഡിനകത്ത് വെക്കാൻ. ഓക്കെ, അപ്പൊ എനിക്ക് വെച്ചതാ. എടുത്തോ. ഓക്കെ, ഫൈൻ. മടക്കി എടുക്കണം അല്ലേ? ഓക്കെ, ഡാൻ. ഗുഡാണോ? വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ്. പച്ചക്കറി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബീറ്റ്റൂട്ട് ഉണ്ട്. കുഴപ്പമില്ല, സുഖമില്ല. അതുകൊണ്ട് എൻ്റെ ബാക്കി ഇതെല്ലാം അജു കഴിക്കുന്നതായിരിക്കും. ട്രെയിനിൽ ഇങ്ങനെ ലോക്കൽ വെണ്ടേഴ്സ് വന്ന് അവരവരുടെ സാധനം വിൽക്കുമ്പം കൊച്ചുനാൾ ഓർമ്മ വരും. ഇപ്പം ഇന്ന് കൂടുതൽ കൊച്ചുനാൾ ഓർമ്മ വരും. ആണോ? അപ്പം ഞാൻ വിചാരിച്ചേക്ക് ഒരു ബദാം മിൽക്കും മേടിച്ചാലോ. ബട്ട് ഇവിടെ അമലുണ്ട് പറഞ്ഞ് വേണ്ട. പുറത്ത് നല്ല നല്ല ബിൽഡിങ്സ് ഒക്കെ ഇപ്പം കാണാം. നോർത്ത് ഇന്ത്യ ആയതുകൊണ്ടല്ലേ ഇവിടുത്തെ ചെടികൾക്ക് വരെ ഒരു ഡൽനെസ് കളർ കിട്ടും. അത് നിനക്ക് തമിഴ്നാട് പോയപ്പോൾ നിനക്ക് ഡൽനെസ് ആയിരുന്നല്ലോ. രസത്തെയാണ്, പക്ഷെ എന്നാലും ഒരു ഗ്രീനറി ഫീൽ ചെയ്യുന്നില്ല. അത് നോർത്തിൽ നീ വരുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. ഇവിടെ എന്താണ് ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ റോഡ് ഫുൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക അവിടെയും. മെട്രോ അല്ല ഇത്, അറിയില്ല ഇത് എന്താണ്. ഇത് ഗോഡൗൺ പണിയുന്നത്. നല്ല പാടി ഫീൽസ് അല്ലേ? ആളുകൾ വന്ന് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോയി കേട്ടോ. ഇപ്പോഴത്തേക്ക് എത്തിയപ്പം നമ്മുടെ സ്റ്റേഷനിലെത്തി, റെവാരി സ്റ്റേഷനിലെത്തി. ബട്ട് ഇവിടെ നിൽക്കത്തില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ 1.5 hour കഴിഞ്ഞപ്പോഴത്തേക്ക് TTR എത്തി. ഇവിടെ നിർത്തുന്നില്ല, നോ സ്റ്റോപ്പ്. അങ്ങനെ 1.5 hour കഴിഞ്ഞപ്പോഴാണ് TTR എത്തിയത്. ചെക്കിങ്ങും കഴിഞ്ഞ് അവർ പോയി. പേര് ചോദിച്ചു പോയി, അത്രേ ഉള്ളൂ. അവർക്ക് പേരറിയാം ആരൊക്കെ ആരുടെ സീറ്റാണ്. പിന്നെന്താ, അങ്ങനെ ട്രെയിൻ സ്ലോ ആയി സ്റ്റേഷൻ ആയത് കാരണം. ഇനി അടുത്ത സ്റ്റേഷൻ എത്രയാ? 7:45 അല്ലേ? 7:45 അപ്പോഴത്തേക്ക് മിക്കവാറും ഇരുട്ടും. അങ്ങനെ ലൈറ്റിങ്ങിലായ ഞാനും എൻ്റെ 2ാമത്തെ ലേസ് പാക്കറ്റ് പൊട്ടിച്ചു, അല്ലെങ്കിൽ ഓർമ്മ വരും. ഇവിടെ സ്റ്റോപ്പില്ല, പക്ഷേ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഒരു മോള് ലേസിൻ്റെ 2ാമത്തെ പാക്കറ്റ് പൊട്ടിച്ചു. ഭയങ്കര ഡയറ്റിങ്ങിലാണ്. അങ്ങനെ നിർത്താത്ത സ്റ്റേഷനിൽ നിന്ന് വണ്ടി നീങ്ങി തുടങ്ങി. ഇവിടെ നിർത്തി.
ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പം കോഫിയും ചായയും. ഇത് ഇൻസ്റ്റന്റ് കോഫിയാണ്, അതായത് പൗഡർ ഇട്ടിട്ട് അവർ വെള്ളം ഒഴിച്ചു. അപ്പൊ ഞാൻ അവരെ കൊണ്ട് ഹാഫ് വെള്ളം ഒഴിപ്പിച്ചോളൂ. അപ്പോഴല്ലേ ആ ഒരു ഫീലിംഗ് വരുള്ളൂ. ചായ കോഫി, അരക്കുറ കോഫി. ചായ കുടിച്ചു നോക്കാം. അല്ല സോറി, കോഫി എങ്ങനെയുണ്ട്? എനിക്കാണ് കോഫി, അവർക്ക് ചായ. ഭയങ്കര മധുരം. ആണോ? കുടിക്കണ്ട. ഭയങ്കര മധുരം. അവിടെ കുടിക്കാൻ മധുരം. എനിക്ക് ഭയങ്കര മധുരം ഇഷ്ടമല്ല കോഫിയിൽ. ചായ എങ്ങനെയുണ്ട്? നല്ല ചായ. ചായ നല്ലതാണ്. എന്ന് വെച്ചാല് കോഫി ഗുഡാണ്. ഫുൾ വെള്ളം ഒഴിച്ചാലേ ഗുഡായിരിക്കും. കോഫി ഗുഡാണ്, ബട്ട് മധുരം ഭയങ്കര കൂടിപ്പോയി. അതാ ഇൻസ്റ്റന്റ് പാക്കറ്റ് അല്ലേ, മിക്സ്. അങ്ങനെ അപ്പം വെള്ളം നീ കുറപ്പിച്ചിട്ടത് കാരണമായിരിക്കും അത് സ്വീറ്റ് കൂടിയത്. വെള്ളം ദൂരെ മല കാണാല്ലേ, നല്ല രസമുണ്ട്. കംപ്ലീറ്റ് ഫീൽഡുകളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ക്ലൈമറ്റ് കൂടെയൊക്കെ ബെസ്റ്റ് ആണെങ്കിലല്ലേ. അങ്ങനെ 7:45 ആയി അൽവാർ സ്റ്റേഷനിൽ തന്നെ. കറക്റ്റ് ടൈമിംഗ് ആണ്. ഇവിടെ തിരക്ക് കുറവാണ്. ഇവിടെ കൂടുതലും ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ സീറ്റൊക്കെ empty ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അപ്പുറത്തെ എല്ലാം empty ആയിട്ട്. ഇനി ഇവിടുന്ന് ക്രൗഡിലാണോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഈ ട്രെയിനിലെ മെജോറിറ്റി ആളുകൾ ഡെയിലി വർക്ക് ചെയ്ത പോകത്തില്ല. ഡൽഹിയിൽ വന്ന് തിരിച്ച് പോകുന്നവരാണ്. ഓൾമോസ്റ്റ് 2 മണിക്കൂറിലവർ വീട്ടിൽ ട്രാഫിക്കും ഇല്ല, ഒന്നുമില്ല. നേരെ ട്രെയിനിൽ വന്നപ്പോഴേ വന്നാൽ പറയാം. അത് കറക്റ്റാണ്. അത് കൂട്ടൊരു ഓപ്ഷൻ. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് സ്റ്റോപ്പേജാണ്. അപ്പം നമ്മുടെ വണ്ടി നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓൾമോസ്റ്റ് 8 മണിയായി. 2 മണിക്കൂറുടെ ജേർണി ഇനിയുണ്ട്. അപ്പം ഇനി അടുത്ത സ്റ്റേഷൻ കാണിക്കുന്നത് ദൂസ. അത് 8:50 പിന്നെ ഒരാൾ ഇവിടെ ക്യാൻഡി ക്രഷിൽ ബിസി ആയിട്ടുണ്ട്. ക്യാൻഡി ക്രഷ് കളിക്കും. ക്യാൻഡി ക്രഷ്. അപ്പം ഞാനും ക്യാൻഡി ക്രഷ് കളിക്കാം. അപ്പം പിന്നെ കാണാം. അങ്ങനെ നമ്മൾ എത്തി, ജയ്പൂർ സ്റ്റേഷനിലെത്തി. 7 മിനിറ്റ്സ് നേരത്തെയാണ് ട്രെയിനിൻ്റെ അറൈവൽ. അങ്ങനെ നമ്മുടെ സ്റ്റേഷനെത്തി. ആളുകളെല്ലാം ഇറങ്ങി. ഇതാ ലൈറ്റ് വരെ ഓഫ് ചെയ്തവർ അല്ലേ. ഇനി നമുക്ക് ഇറങ്ങണം. ഇതാ എന്നാ ഓ, ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. 3 സീറ്റ് വെച്ച്. അങ്ങനെ ഇനി ഇറങ്ങട്ടെ. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി. എല്ലാം ഉണ്ട്. അപ്പം ഇനി ഇവിടുന്ന് എത്ര മണിയായി നോക്കിക്കേ. 4 മിനിറ്റ് മുമ്പ് നമ്മൾ സ്റ്റേഷനിലെത്തി. അല്ല, 7 മിനിറ്റ് മുമ്പ് ട്രെയിൻ സ്റ്റേഷനിലെത്തി അല്ലേ. ഇതാണ് ഡബിൾ ഡെക്കർ AC ചെയർ. പുറമേ കാണുമ്പോൾ നല്ല വൃത്തി, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അകത്ത് ഓക്കെ ആയിരുന്നു. AC ആയിരുന്നു, ഓക്കെ ആയിരുന്നു. ഇതും അതുപോലെയൊക്കെ തന്നെയാണ്. ഇത്തിരി കൂടെ അകത്ത് കളർഫുള്ളാണ്. ഇതാ കണ്ടോ, സീറ്റ് കുറച്ചും കൂടെ വൃത്തിയാണ്. ഇതാണ് ഡൽഹി സബരി റോഹില്ല. സത്യം പറഞ്ഞാൽ ലോവർ ഡെക്ക് ആയതുകൊണ്ട് എന്താ പറയുക, പ്ലാറ്റ്ഫോമിൻ്റെ വ്യൂ ഒക്കെയാണ്. മേ ബി അപ്പർ ബർത്തിൽ, റിട്ടേൺ ടിക്കറ്റ് അപ്പർ ബർത്തിലല്ലേ, അപ്പോൾ വ്യൂ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും. സെയിം ആണ്. ഇവിടെ നിന്ന് ഊബർ ടു ദ ഹോട്ടൽ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പോയിക്കൊണ്ടിരിക്കാം. ഇവിടെ നിന്ന് എത്ര മിനിറ്റ് ഉണ്ട്? 10 മിനിറ്റ്സ് അല്ലേ.
റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ആളുകളും തിരക്കും ഓട്ടോറിക്ഷയും ക്യാബിൻ്റെ ഡ്രൈവേഴ്സും ഒന്നും പറയണ്ട. എന്തിനേലും പറയുന്ന മക്കി പോലെ കൂടിയിരിക്കുമായിരുന്നു, ഈച്ച പോലെ. നല്ല ക്രൗഡഡ് ഏരിയ. ഞാൻ വിചാരിച്ചു ജയ്പൂർ ഭയങ്കര ശാന്ത സ്ഥലം. ഇതാണ് രാത്രി 10 മണിയുടെ കണ്ടീഷൻ. എല്ലാത്തരം ഹോണുകളും കേൾക്കാം ഇവിടെ. കണ്ടോ, ലൈനില്ല. എന്താ അവസ്ഥ നോക്കിക്കേ. ഇവിടെ ഹോൺ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലേ? എത്തിയോ? पे उतरना, देखो कहीं इधर क्या अंदर जाता है कैसे? क्या ഓ, ഹോട്ടലിന്റെ അടുത്ത് എത്തി. अच्छा चलो ये रोक दीजिए, कोई बात नहीं, साइड में लगा के. ഹോട്ടലിലെത്തി, അകത്തോട്ട് കയറാം. ചെക്കിംഗ് സ്പേസ് ആണ്. അങ്ങനെ നമ്മൾ ഹോട്ടൽ റൂമിലോട്ട് പോവാണ്. കൊള്ളാല്ലേ? കൊള്ളാം, ഹോട്ടൽ കണ്ടിട്ട് കൊള്ളാം. ആ, 4th ഫ്ലോറിൽ ഇറങ്ങിയോ? 4th ഫ്ലോറ്. ഇതാണ് അതിൻ്റെ എന്തെന്നാ പറയുന്നത്, കോറിഡോർ. ഇനി റൂം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യം. ഇതാണ് ഹോട്ടലിൻ്റെ റൂം. ഇതൊരു വാഷ്റൂം. ഓക്കെ, ഇവിടെ ഷവർ ഏരിയ. ഡോറ് ക്ലോസ് ചെയ്തിട്ടാണ് ഞാൻ. ഡോറ് ക്ലോസ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് റൂം. ഇത് രാജാവിൻ്റെ കട്ടില് അല്ലേ? ഒരു ബെഡ്. വലിയ ബെഡല്ല, എന്നാലും ഓക്കെയാണ്. 1200 അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വ്യൂ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു സ്വിമ്മിങ് പൂളുണ്ട്, ബാക്കിൽ കാർ പാർക്കിംഗ് ഏരിയ. ഓക്കെ, ഇതൊരു പാലസ് ആണ്. എന്താണ്? രാജ്കോട്ട് പാലസ്. നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത് കൊട്ടാരത്തിലാണ്. എവിടെയാണ്? കൊട്ടാരത്തിൽ. ഓക്കെ, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുമ്പിൽ ഒരു MV സ്വീറ്റ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നത് ഡിന്നർ കഴിക്കാൻ വേണ്ടി. അജുഷോകൻ മെനു എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം 230, 260, 240 ഇതൊക്കെയാണ് റേറ്റ്. താലി രാജസ്ഥാനി സ്പെഷ്യലും ഉണ്ട്, അതറിയില്ല. ഗട്ട മസാല എന്തോ അറിയില്ല, അവരോട് ചോദിക്കുക ഏതാ നല്ലത് നിന്നിട്ട്. സ്വീറ്റ്സ് സിസ്ലേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീം സിസ്ലർ. ലാസ്റ്റ് പേജ് എടുത്ത ജ്യൂസിന് ഇവിടെ ഉണ്ടോ എന്തെങ്കിലും? ഇല്ല. ഇതെല്ലാം സ്വീറ്റ്സ് ആണ് അല്ലേ? ജ്യൂസ് ഒന്നുമില്ല. ഫ്രണ്ട് പേജിൽ നോക്കി ഇവിടെ എല്ലാം ഉണ്ട്. എല്ലാം ഉള്ളൊരു റെസ്റ്റോറൻറ്റ് അല്ലേ? അതായത് ഇല്ല, ലസ്സിയാണ് ഇത്. ലസ്സി വിത്ത് ലസ്സി അല്ല, അറിയില്ല വായിച്ചത് തെറ്റിപ്പോയി. ബർഗർ, സാൻഡ്വിച്ച്, 25 രൂപ. പാവ് ഭാജിയോ
Plain 130. Nano kachori. Snacks. അതായത് മിൽക്ക് ഷേക്ക്. ലസ്സി ഉണ്ടോ? അതായത് ലസ്സി, സോൾട്ടഡ്, സ്വീറ്റഡ്, സ്വീറ്റ്. ഇളക്കി ഞാൻ വെക്കേണ്ടി വരും കേട്ടാ. ഓ മൈ ഗുഡ്നസ്. ഇതല്ലേ കുഞ്ഞു കാണുന്ന സാധനം. This is what you call lassi. എടുത്ത വൈകിട്ട് എടുക്ക. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഒരു സ്വീറ്റ് ലസ്സി. ഇത്രയും നാൾ അജു എൻ്റെ അടുത്ത് സ്വീറ്റ് ലസ്സിയുടെ കാര്യം പറഞ്ഞത് ഇങ്ങനെയായിരിക്കും എന്നാ, വിത്ത് മലായി. ടു ബി ഫ്രാങ്ക്, ഓക്കെ, യമ്മാണ്. ഇതൊരു മാംഗോ ഷേക്ക്, ഇത് ബട്ടർ നാന്, ഇത് പനീർ, പിന്നെ അതിൻ്റെ കൂടെ സൈഡ്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നിരിക്കുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, കറി എടുത്തോ. എന്ത് വരുന്നത്? പനീർ ബട്ടർ മസാല അല്ല, ചുക്ക മസാല. ഓക്കെ, യെസ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അവിടെ നിന്ന് വന്ന് ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ സൈഡിൽ അല്ല, ഇങ്ങോട്ടാണോ? ഓക്കെ, മൾട്ടിക്യൂസിയൻ റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ വ്യൂ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടുത്തൊരു മിഡിൽ ഫൗണ്ടൈൻ ഉണ്ട്, ബട്ട് വാട്ടർ ഇല്ല. ഇത് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഓ, വണ്ടി വരുന്നവർക്ക് ഇവിടെ വരാൻ പറ്റും. ഓക്കെ, ഇതാണ് പൂൾ ഏരിയ, പാർക്കിംഗ് ഏരിയ. ഇതല്ല സ്ഥലം. മേ ബി ഇതായിരിക്കും റെസ്റ്റോറൻറ്റ്. അങ്ങോട്ട് പോയി നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്നല്ലേ പറഞ്ഞേ. സി, റൂഫ് ടോപ്പ് ആക്സസ് ഇപ്പം ഇല്ല. സോ ലെറ്റ്സ് സി വാട്ട് ഈസ് ദിസ്. ഹോപ്പ്ഫുള്ളി ബാർ അല്ലാതിരുന്നാൽ മതി. ഇത് ബാർ റെസ്റ്റോറൻറ്റ് സ്പേസ് ആണ്. ലോബി എങ്ങനെ പോവും? യു നീഡ് ടു ആസ്ക് ദം. ചോദിച്ചിട്ട് വാ. ഞാനിവിടെ എല്ലാ ഭാഗത്തും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമല്ല, ഞങ്ങൾ വീണ്ടും അവരോട് ചോദിച്ചു. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ നിന്നൊരു സീറ്റിയ മീൻസ് സ്റ്റെയർസ് ഉണ്ട് പൂളിലോട്ട് പോകാനുള്ള. സോ അങ്ങോട്ട് പോവും. അതാ കിട്ടി, പൂള് കിട്ടി. വാ, ഇതൊക്കെ കിട്ടി, പോര്. കം വിത്ത് മീ. വേണ്ട. അങ്ങനെ ഞങ്ങൾ കുറ്റാക്കൂറിൽ കൂടെ പൂള് കാണാൻ വന്നിരിക്കുകയാണ്. സ്റ്റെയർ കേസാണ്. വാ, സൂക്ഷിച്ച് വാ. ലൈറ്റ് എടുത്തോ. ഫോണില്ല, എന്നാ വാ, സൂക്ഷിച്ച് കയറിയോ. ഇതാവുമ്പോൾ പ്രോപ്പർ ഒരു വ്യൂ കാണാൻ പറ്റും. അല്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ക്യാമറയ്ക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ആ കേർട്ടൻ മാറ്റി വെച്ചിരിക്കുന്നില്ലേ മുകളിൽ, അതാന്ന് തോന്നുന്നു റൂം. സ്വിച്ച് കയറുവായേ. ഇവിടുത്തെ ലൈറ്റെല്ലാം ഓഫാട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ ഫുള്ള് ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ടാവുമെന്ന്. ഓ, ഇതൊരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഏരിയ. അത് പൂള്. അത് അപ്പുറത്ത്, ഇതിൻ്റെ അപ്പുറത്ത്. ഇതിൽ കൂടെ ഇറങ്ങാൻ പറ്റും. ഇവിടെ ഫുള്ള് ഒരു ലൈറ്റ് ഓഫ് ചെയ്ത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ വ്യൂ നമുക്ക് മോർണിംഗ് കാണാം. ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. അവിടെ ഫുള്ള് ലൈറ്റ് ഓഫാണ്.
പിന്നെ ജയ്പൂരിന്റെ കാഴ്ച നമ്മൾ നാളെ കാണിക്കാം. അപ്പം ടാറ്റ ബൈ ബൈ.